ആ കാലം നല്ലപോലെ പിടിച്ചുവിടും കേട്ടോ. പെറ്റവരുടെ പുണ്യം കൊണ്ടായിരിക്കും ചാവാതെ തിരിച്ചു കിട്ടി. ഇവരെ കണ്ടിട്ട് ഏതോ വലിയ വീട്ടിലെ കുട്ടികളാണെന്ന് തോന്നല്ലോ. ഇവരെ വല്ല ആശുപത്രിയിലും എത്തിക്കാം. എന്താ? 2 കുട്ടികൾ എങ്ങനെ ആറ്റിൽ വീണ് പോയതാ? ഇത് നമ്മുടെ കമ്മീഷണർ മോനാണല്ലോ, ബിജു. നിങ്ങൾക്കറിയാമോ? എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. എടുക്ക. നിങ്ങൾ വരണ, നമുക്ക് പോവാം. അവര് കണ്ടത് നന്നായി. കമ്മീഷണർ എത്ര വേഗം എന്റെ കയ്യിൽ കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇവനെ കഷ്ണം അരിഞ്ഞ് ആ കമ്മീഷണറുടെ വീട്ടിലെത്തിക്കണം. ഉടനെ തന്നെ ജോലി നോക്ക്. അത് വേണ്ട, എനിക്ക് വേണ്ടത് ഇവന്റെ തന്തയാണ്. മോൻ നമ്മുടെ കയ്യിലുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നിടത്ത് അവൻ പട്ടിയെ പോലെ വരും. അവന്റെ ജീവനാണ് ഈ കിടക്കുന്നത്. ഇവനെ വെച്ച് വേണം എനിക്ക് പകരം വീട്ടാൻ. ഹലോ കമ്മീഷണർ, നിങ്ങളുടെ മോൻ ബിജു എന്റെ കൂടെയുണ്ട്. എന്ത്? എന്റെ മോനോ? എന്റെ മോൻ ബിജുവോ? പ്രഭേ, നമ്മുടെ മോനൊരു ആപത്തും പറ്റിയിട്ടില്ലെന്ന്. ഹലോ, നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? എന്നെ നിനക്കറിയാം, ഗംഗാധരൻ. നിന്റെ മകനെ നിനക്ക് വേണ്ടേ? ജീവനോടെ. എന്റെ മോനെ ഒന്നും ചെയ്യരുത്, അവനൊരു ആപത്തും വരുത്തരുത്. ഞാൻ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടത് നിന്നെയാണ്. ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നാളെ പകൽ 11 മണിക്ക് പുലിക്കാട്ട് മലയടി വാരത്ത് നീ വരണം. നീ ഒറ്റയ്ക്ക്. പോലീസുമായി വന്നാൽ നീ കൊണ്ടുപോകുന്നത് നിന്റെ മകന്റെ ശവം മാത്രമായിരിക്കും. എന്റെ മോൻ എവിടെയുണ്ട്? നിങ്ങളെന്താ ഒന്നും പറയാത്തത്? എന്റെ മോൻ എന്തെങ്കിലും? ഇല്ല, മോനൊരു ആപത്തും പറ്റിയിട്ടില്ല. പിന്നെ അവൻ ഗംഗാധരന്റെ കയ്യിലാണ്. എന്റെ ഈശ്വര, ആ കാലൻ എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലും? ഒന്നുമില്ല, അവന് വൈരാഗ്യം എന്നോടാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെന്നാൽ മോനെ എന്റെ കൂടെ വിടാമെന്നാണ് അവൻ പറഞ്ഞത്. ഒറ്റയ്ക്കോ? ഈ നിസ്സാര കാര്യത്തിനാണോ മോനെ പോലീസിൽ പിടിപ്പിക്കുമെന്ന് പറഞ്ഞത്? മനുഷ്യബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്തവരാണ് നിന്റെ അച്ഛൻ. സ്നേഹം എന്തെന്നറിയാത്തൊരു മൃഗം. അച്ഛൻ എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഇല്ല, അവിടെയാണ് മോനെ തെറ്റുപറ്റിയത്. അയാൾക്ക് കാക്കിയുടുപ്പിനോട് മാത്രമേ സ്നേഹമുള്ളൂ. അന്നൊരു നിമിഷം അയാൾ എനിക്ക് തന്നിരുന്നെങ്കിൽ എന്റെ നിർമ്മല നശിക്കില്ലായിരുന്നു, അവൾ മരിക്കില്ലായിരുന്നു. അയാൾ വരും. മോനെ കണ്ടുകിട്ടിയതിൽ സന്തോഷിക്കാനല്ല, കയ്യിൽ വിലങ്ങിട്ട് എന്നെയും നിന്നെയും ഇരുമ്പഴിയിൽ കയറ്റാൻ. എനിക്ക് പേടിയാവുന്നു. നമുക്ക് എവിടെയെങ്കിലും ഓടി. ഇവിടെ നിന്ന് ഞങ്ങൾ അറിയാതെ ആരും എവിടെയും പോകാൻ പാടില്ല. അത് ആപത്താണ്. ബിജുമോൻ, ബിജുമോൻ, ബിജുമോൻ. ബിജുമോൻ.
രക്ഷപ്പെടുത്താനില്ല. എന്നെയും നിന്നെ അറസ്റ്റ് ചെയ്യാൻ നോക്കവിടെ. അവൻ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ കുറെ പോലീസുമായിട്ട് വന്നാൽ നിന്റെ ശവമായിരിക്കും കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞതാണ്. വായവിടെ. പോലീസുണ്ട്. രതീഷിനെ ആര് വെടിവെച്ചു കൊന്നു? പോലീസുകാർ. നിന്റെ അച്ഛനെ നിനക്കിപ്പോ മനസ്സിലായോ? ആ പാവം ചെറുക്കനെ വെടിവെച്ചു കൊന്നു. ഏതായാലും മുന്നിവിടെ നിൽക്കണ്ട, പോ പോ. നീ എന്തിനാ അവനെ കൊന്നു? അവൻ ഓടിപ്പോകാൻ ശ്രമിച്ചു. ചെന്ന് കയറുമ്പോ പോലീസിന്റെ വായിലായിരിക്കും. ഇതവനൊരു പാഠമായിരിക്കട്ടെ. ഏതായാലും ബിജുമോനത് അറിയരുത്. വാ വാ. നീ എന്തിനു പോലീസിനെയും കൂട്ടി അവിടെ വന്നു? അമ്മാവനെ ഒറ്റയ്ക്ക് എന്നാൽ ബിജുവിനെ അവർ വിട്ടയക്കുമായിരുന്നോ? ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞത് അമ്മാവനോട് പക വീട്ടാൻ വേണ്ടിയായിരുന്നു. അത് ശരിയാണ്. അവന്മാരെന്തും ചെയ്യുന്നവരാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്റെ ജീവൻ പോകുമായിരിക്കും. പക്ഷേ എന്റെ മോൻ രക്ഷപ്പെടുമായിരുന്നു. അതിലെന്താണ് ഉറപ്പ്? അമ്മാവ അവർ മനുഷ്യത്വം ഇല്ലാത്തവരാണ്. നീ പോലീസുമായി അവിടെ വന്നുകൊണ്ട് എന്തുണ്ടായി? ഒരു കുട്ടിയുടെ ജീവൻ പോയി. ഇനി എന്റെ മോൻ എന്ത് സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. അവനെ ഞാൻ മോചിപ്പിക്കും. നോ, നീ ഇത്രയൊക്കെ ചെയ്തത് മതി. അവന്റെ ജീവൻ ആപത്ത് സംഭവിക്കുന്ന ഒന്നും നീ ചെയ്യരുത്. അമ്മാവൻ ഒരു പോലീസ് കമ്മീഷണറാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ വിശ്വാസമുള്ള ആൾ. Stop it. ഉദ്യോഗത്തെ പറ്റിയും വിശ്വാസത്തെ പറ്റിയും നീ എന്നെ പഠിപ്പിക്കണ്ട. ഈ കാര്യങ്ങളൊന്നും നീ ഇടപെടുകയും വേണ്ട. അമ്മാവ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടിയാൽ എങ്ങനെ? എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരാൻ നോക്കൂ. ദൈവമേ, എന്റെ മോനൊരാപത്തും വരുത്തല്ലേ. ഇതുവരെ ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നാളെ വെളുപ്പിന് കമ്മീഷണർ കണി കാണുന്നത് ആ ചെറുക്കന്റെ ശവമായിരിക്കണം. വേണ്ട. എന്തുകൊണ്ട്? അവൻ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞിട്ട് നമ്മെ പിടിക്കാൻ പോലീസുമായിട്ടാണ് വന്നത്. അവന്റെ മോനെ കുന്ന് അവന്റെ മുമ്പിൽ കൊടുക്കണം. ഗംഗയുടെ പ്രതികാരവും തീരും, നമുക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. ഗംഗ എന്ത് പറയുന്നു? ഇല്ല, അവനെ എനിക്ക് നേരിട്ട് കാണണം. നേരിട്ടോ? അതെ, വൈകുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചെത്തിയില്ലെങ്കിൽ മോന്റെ ശവം അച്ഛനെ ഏൽപ്പിച്ചേക്കും.